നല്ല വലിയ കണ്ണാടിയൊക്കെ വെച്ചിട്ട് വന്ന് പറയത്തില്ലേ നമ്മൾ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. അപ്പോൾ ബാലചേട്ടനെ വിളിച്ചില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ബാലചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംസാരിച്ചേനെ. ഞാൻ വളരെ വളരെ ലാജിക്കായിട്ടൊരു കാര്യം പറയട്ടെ. இந்த സ്കൂളിന്റെ പേരെന്താണ്? ആദവനാട് സ്കൂള്. ഇവരെ ഇത്രയും നല്ലൊരു പ്രോഗ്രാം നടന്നിട്ട് നിങ്ങളുടെ സാറ് സിദ്ദിഖ് റോസിനെ വിളിച്ചു, അവരെ വിളിച്ചു, ഇവരെ വിളിച്ചു, എന്നെ വിളിച്ചില്ല. അത് റാങ് അല്ലേ? ദിസ് ഈസ് റാങ്. ഞാൻ വളരെ സങ്കടത്തിലിരിക്കെ. നിങ്ങളുടെ സാർ ഇപ്പൊ വലിയ ആളായി, പ്രിൻസിപ്പലൊക്കെ ആയി. എന്റെ തക്കിടുമായിരുന്നു നിങ്ങളുടെ സാർ. അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ വളരെ ദേഷ്യത്തിലാണ് വന്നതെങ്കിലും ഞാനിവിടെ ഈ പച്ച തട്ടനിട്ടേക്ക് നിത്താനെ കണ്ടപ്പോ ഒരു റൊമാൻറ്റിക് മൂഡ് എനിക്ക്. ഞാൻ അവരെ നോക്കിയിട്ട് ഒരു ഡയലോഗ് പറയട്ടെ. അവരെ തിരിഞ്ഞു നോക്കണ്ടേ, ഇങ്ങോട്ട് നോക്കും. പച്ച തട്ടനിട്ട് ഇത്ത നിങ്ങളെ മുടി കെട്ടിവെക്കാൻ പാടില്ല. നിങ്ങൾ അലിച്ചിട്. നിങ്ങളെ കാണാൻ നല്ല രസമുണ്ടാവും. നല്ല കൈയടി കൊടുത്തേ ചേട്ടല്ലോ. ചെറിയൊരു ഇതിൽ വെച്ചാൽ മതി, ഓവർ വോയിസ് കേൾക്കണ്ട. അപ്പൊ ബാലചേട്ടനെ ഇഷ്ടപ്പെട്ടോ? ഇനി ഷൈൻ ടോം ചാക്കോന്റെ ഫാൻസ് ഉണ്ടോ അവിടെ? ആരാ ഷൈൻ ടോം ചാക്കോ? ആരാ? പുള്ളി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ സ്പീക്കറൊക്കെ എടുത്ത് ഇങ്ങനെ മറിച്ച് വെച്ച് ഫോണൊക്കെ എടുത്ത് തല്ലി പൊളിച്ചേനെ. ഇപ്പൊ ഷൈൻ ടോം ചാക്കോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംസാരിക്കും. എന്താ പരിപാടി? ആദവനാട് സ്കൂളാണോ? ആണെങ്കിൽ നല്ലൊരു കഴിയണ. ചില ആളുകൾ പറയണം നമ്മൾ എന്ത് സാധനം അടിച്ചു. നാട്ടിലെല്ലാവരും അടിക്കുന്ന സാധനം നമ്മൾ അടിക്കുക അല്ലേ? അതെ, പ്രത്യേകിച്ച് എന്തെങ്കിലും സാധനം അടിക്കാൻ ഉണ്ടോ? അപ്പൊ എന്തായാലും ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം. നല്ലൊരു കഴിയണം. അപ്പൊ ഷൈൻ ടോം ചാക്കോ ആയിരുന്നെങ്കിൽ അങ്ങനെയായിരിക്കും. ഇനിയിപ്പോ ഞാൻ ഫ്ലവേഴ്സ് ചാനലിലൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ അപ്രിസിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് താടി ലാൽ സാറില്ലേ? ലാലിനെ അറിയില്ലേ? നടൻ ലാല്. അപ്പൊ ഈ ലാൽ സാറിന്റെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ലാൽ സാറ് ഏത് സിനിമയിൽ കരഞ്ഞാലും നമുക്ക് ചിരി വരും. അതെന്താന്നുള്ളത് ഞാൻ ചെയ്ത് കാണിക്കാം. സാധാരണ ഇപ്പൊ മമ്മൂക്ക ലാലേട്ടനൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് കരയുന്ന സീൻ വന്ന കരച്ചില വരിക. പക്ഷെ ലാൽ സാർ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ഇപ്പൊ പഴയ തെങ്കാശിപ്പട്ടണം സിനിമ അല്ലെങ്കിൽ വൺ മാൻ ഷോ സിനിമയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലാൽ സാർ കരയുന്ന ഒരു രംഗമുണ്ട്. അതിങ്ങനെയാണ്. എന്റെ ഇഷ്ടമുള്ളത് മാത്രം പറയരുത്. പോവാ. ഇങ്ങനെ ഒരു കരച്ചിലാണ് പുള്ളിയുടെ. നമുക്ക് ആ കരച്ചിൽ കാണുമ്പോൾ ചിരി വരും. അതാണ് അതിലൊരു സംഭവം എന്ന് പറയുന്നത്. ഇനി ലാലേട്ടനെ ചെയ്യണോ? വേണോ? അതോ ഒന്നും കൂടെ ഒന്ന് എനർജിയിൽ പറഞ്ഞ ലാലേട്ടൻ വേണോ? ലാലേട്ടൻ എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെയ്യാൻ തോന്നുന്നത്, ലാലേട്ടന്റെ ഒരു സിനിമയുണ്ട് നരൻ എന്ന് പറഞ്ഞിട്ട്. നരൻ സിനിമ കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഈ നരൻ സിനിമയില് ലാലേട്ടൻ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ പറയുന്ന ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്, മുള്ളംകൊല്ലി വേലായുധനായിട്ട്. അപ്പൊ ഞാനിവിടെ മുള്ളംകൊല്ലി വേലായുധനെ ഈ ആദവനാട് സ്കൂളിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. എനിക്ക് ആ BGM ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് പ്ലേ ചെയ്തോ കേട്ടോ, ഓവറായിട്ട് അത് പോകണ്ട. കാണുന്ന പുഴയ സാറേ വേലായുധന്റെ അമ്മ. വിശന്നപ്പോ എല്ലാം മൂട്ടി, കരഞ്ഞപ്പോ ആരും കാണാതെ കണ്ണീരെല്ലാം കൊണ്ടുപോയി. കണ്ടില്ലേ സാറേ, വേലായുധനെ യാത്ര അയക്കാൻ ആദവനാട് മുഴുവൻ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഈ നിൽക്കുന്ന കുട്ടി ലീല, അവളെന്നെ വിളിക്കുന്ന പേരെന്താണെന്നറിയോ? മുള്ളംകൊല്ലിയിലെ മഹാരാജാവ് എന്ന്. ആരും കേക്ക് വിളിക്കാറില്ല, പക്ഷെ അങ്ങനെയാ വിളിക്കുന്നത്. പിന്നെ കേളപ്പേട്ടൻ. ഇത് വേലായുധൻ എവിടെ നിന്നാ വേലായുധൻ കരയുന്ന നിങ്ങൾ കാണും. അത് മോശ. തോണി കേറി വാ സാറേ, വേലായുധൻ അക്കരെ കാണും. അപ്പൊ ഈ ലാലേട്ടൻ എന്ന് പറയുന്ന സംഭവം അങ്ങനെയാണ്. ഇനി മമ്മൂക്ക വേണോ?
ലാലേട്ടൻ ചെയ്ത മമ്മൂക്ക ചെയ്യാതെ പോകാൻ പറ്റില്ല അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മമ്മൂക്ക എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ റൊഷാക്കും അങ്ങനെ ഒരുപാട് പുതിയ പുതിയ പടത്തിലെ മമ്മൂക്ക ആയിരിക്കും നിങ്ങൾ ഫാൻസ്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു മമ്മൂക്കയുണ്ട്. പഴയ ധ്രുവം സിനിമയിലെ നരസിംഹ മന്നാടിയാരായിട്ട് കുളത്തിൽ നിന്നൊക്കെ പൊങ്ങി വരുന്നൊരു മമ്മൂക്കയുണ്ട്. അപ്പോൾ ആ മമ്മൂക്കയുടെ വോയിസ് വളരെ ബേസ് ആയിട്ടുള്ളൊരു വോയിസാണ്. അപ്പോൾ ഞാൻ ആ ധ്രുവം സിനിമയിലെ നരസിംഹ മന്നാടിയാരെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാം. എനിക്ക് അതിൻ്റെയും ഒരു BGM ഒന്ന് ലൈറ്റായിട്ടൊന്ന് പറയാം. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അനിയൻ മറ്റുള്ളവർക്കെല്ലാം ഒരു വീരസിംഹൻ മാത്രമായിരിക്കാം. എനിക്കെങ്ങനെയല്ല, അവൻ എനിക്കെല്ലാമായിരുന്നു. അവനെയാണ് ഹൈദർ നടുലോട്ടിട്ട് വെട്ടി നുറുക്കി കൊന്നത്. എല്ലാം മറന്നും പുറത്തു ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ അല്ല. മന്നാടിയാർ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ മമ്മൂക്കയും ലാലേട്ടനും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളും കൂടെ ഉണ്ട്. അതാരാ? ആരാ? സുരേഷ് ഗോപി. അതെ, ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കുട്ടികളെയൊക്കെ കാണുന്ന ഒരു സദസ്സിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ സംസാരിക്കുന്ന ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ആദവനാട് സ്കൂളിൽ സുരേഷ് ഗോപി വന്നായിരുന്നു. ഇപ്പൊ മന്ത്രിയും കൂടെ ആണല്ലോ അദ്ദേഹം. അപ്പോൾ പുള്ളിയാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സെൻസിറ്റീവാണ് പുള്ളി. അപ്പോൾ പുള്ളി ഇങ്ങനെ സംസാരിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ കൊച്ചു മക്കളെയൊക്കെ കാണുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിച്ച് കയ്യും കാലും ഓടിച്ച് വട്ടത്തിലെ കീറി ഒരു ചക്കര ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. അപ്പോ പൊതുവെ ഞാനിങ്ങനെ ഫങ്ഷൻസിനൊന്നും പോവാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാടാതെ പോവാൻ എനിക്ക് പറ്റത്തില്ല. ഇളയ നില പൊഴികിറതെ ഇതയം വരെ നനയ്കിറതെ. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു കൊമേഡിയൻ മാത്രമല്ല, ഞാൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഈ സിനിമയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെയാണ് നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. ഇപ്പോൾ TV ഒക്കെ കാണുമ്പോൾ ഈ അമിതാഭ് ബച്ചൻ സാറോ അക്ഷയ് കുമാർ സാറൊക്കെ ഒന്ന് മലയാളം പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ക്രൂരതകളൊക്കെ ചെയ്യുന്നത് ഞാനാണ് നിങ്ങളോട്. അതുപോലെ കുറേ ഇപ്പോൾ ആക്ടേഴ്സിനൊക്കെ അവരുടെ ട്രാക്ക് വോയിസ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഡബ് ചെയ്യാറുണ്ട്. ഈ ഡബ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ടേക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡബ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇന്ന് സ്കൂളിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ മുസ്തഫയുടെ അടുത്ത് പറഞ്ഞു, ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു പരിപാടി പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തായാലും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് ഡബ്ബിംഗ് പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണിച്ചു തരാം. വേറൊന്നുമല്ല, അത് ഈ LED വാൾ, വളരെ സുന്ദരമായിട്ടുള്ളൊരു LED വാൾ നമുക്കിവിടെ ഉണ്ട്. ഈ LED വാളിൽ ഒരു വീഡിയോ പ്ലേ ആവും. ആ വീഡിയോയിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ കുറേ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ കുട്ടികളിലൊക്കെ ഇഷ്ടപ്പെട്ട താരങ്ങളും മുതിർന്നവരുടെ ഒക്കെ ഇഷ്ടപ്പെട്ട താരങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അവരുടെ ഒന്ന് ശബ്ദം അവിടെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാൻ ലൈവായിട്ട് അവർക്ക് ശബ്ദം കൊടുക്കാൻ പോകുന്ന ആ ലൈവ് ഡബ്ബിംഗ് പ്രോസസ്സാണ് നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ആദ്യം അവർക്ക് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാവോ? ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാവോ? ഈ ലൈറ്റ് ഓഫ് ചെയ്തോളൂ. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്തോ. ഓഡിയോ വേണേ. കണ്ടോ? ഇതെന്താണ്? നമ്മൾ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ എന്താ? ശ്വാസകോശം അല്ല. അതാണ് ഞാൻ നിങ്ങളോട് എടുത്ത് ചോദിച്ചത്. അതിന് പകരമായിട്ടൊരു ഇംഗ്ലീഷിലൊരു വാണിംഗ് പോവാറുണ്ട്. ഒന്ന് സ്കിപ്പ് ചെയ്യാവോ? കണ്ടോ? ഇതാരാ? പൃഥ്വിരാജ് അവിടെ സംസാരിക്കുമ്പോൾ ഒച്ച കേൾക്കുന്നില്ല. ഇല്ലല്ലോ. അപ്പൊ അവിടേക്കാണ് നമ്മൾ ഇനി ഡബ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ? ഇത് നിവിൻ പോളി. കണ്ടോ? മതി. അപ്പോൾ അങ്ങനെ കുറേ വിഷ്വൽസ് ഇങ്ങനെ അതിൽ വരും. അവർക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് ശബ്ദം കൊടുക്കട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തമായി LED വാളിലായിരിക്കും. ഓരോ സംഭവങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ ഒരു കയ്യടി ആയിരിക്കും. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു എനർജി വരും അടുത്ത ഇങ്ങനെ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ ചേട്ടാ? എനിക്ക് ആ 2 ലെവലും ഒരേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ലതായിരിക്കും ഗണേഷ്. ആ മൈക്ക് ലെവലും അതിൻ്റെ ഓഡിയോ ഒരേ ലെവലിൽ ആക്കാൻ പറഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് പ്ലേ ദ വീഡിയോ. ഓക്കെ. Tobacco uses leads to cancer, heart attacks, lungs disorders, and other deadly diseases. This film or program do not supposed to use any type of tobacco such as beedies, cigarettes, kainis, etc. നിന്റെ ലിമിറ്റ് എത്തിയിരിക്കുകയാണ്. നീ ഇനി എന്തെങ്കിലും ചെയ്താൽ
പിന്നെ നീ ഉണ്ടാവില്ല. ചേച്ചി, സ്കൂള് വന്നുള്ള ശീലവും അതിപ്പോ എത്ര വലിയവനാണെങ്കിലും അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നൊരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചിടിക്കും. അതിനും പറ്റിയില്ലെങ്കിൽ സ്റ്റാൻലി ജോൺ സദാശിവമനുള്ള തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ പോയത്. ഗാന്ധിയെ കൊന്നതിന് 2 പക്ഷമുള്ള നാടാ സാറേ ഇത്. ഇതൊരത്തണ്ടി ഗജരാജമുത്ത് കളിയങ്ങ് ഹൈറേഞ്ചിലാണേലും അങ്ങ് പാരിസിൽ ഇപ്പൊ ചോദിച്ചാലോ ഈ സാത്താന് അവന്റെ അമ്മയുടെ ഒരു ഗജരാജമുത്ത് പൊക്കോണം സാത്താന്റെ ഹൈറേഞ്ചിൽ നിന്ന്, ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. പിന്നെ ഈ പറഞ്ഞ 2 പേരുകൾക്കും എനിക്ക് സാറിന്റെ തശ വേണം. മേനോൻ സാറ് മഹാരാഷ്ട്രയുള്ളപ്പോഴേ KSQക്കാരനല്ലേ, അവിടുത്തെ SFI പിള്ളേർ ഇടി അതവസ്ഥ കരുതരുത്. സാറിനെ സ്ഥലം മാറ്റിക്കളയും എന്നൊന്നും അല്ല. എടാ പരമാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്ന ബോധനക്ക് വേണം. ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും കുറെ. എടാ പോസ്റ്റ് ഗ്രാജുവേഷൻ MP കഴിഞ്ഞ് കോളേജ് അധ്യാപിക്കുന്ന ഞാൻ ആ പണി വേണ്ടെന്ന് വെച്ച് SAT മറന്നു വെച്ച് ഈ പണിക്ക് വന്നതേ നിന്നെ പോലുള്ള ഊരാമ്പേൾക്ക് ചെറുക്കാനല്ല. പണ്ട് സേതുമാധവൻ കീരിക്കാടടിക്കാൻ വേണ്ടി തിയേറ്ററിൽ പോകുമ്പോ നമ്മളെ വിളിച്ചു പറയും, അവനെ തോൽപ്പിക്കാൻ പറ്റൂല സേതുമാധവ വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കീരിക്കാടടിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. ഇന്ന് എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. 1,25,00,000 രൂപ. അപ്പന പൊട്ടന ഇത്രയൊക്കെ ചെയ്തന പൊട്ടന മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളം സംസാരിക്കാൻ അറിയാതെ, PK രാംദാസിന്റെ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നയിടത്ത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്ന 2 നല്ല തെറി പറയാനും അറിയാം. സ്റ്റീഫൻ ഒന്ന് എൻ്റെ കൂടെ നിന്ന് നിന്നാൽ മതി, ബോബിയെ നമുക്ക് അതേപോലെ തട്ടാം. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. ശിവുട്ടേ, ബോംബെക്കാരൻ യാവോന്ന് പറയണം. യാവോ போற இடம்லாம் தொலைஞ்சு போயிடும். அது என்னோட சாபம். ഒന്നും പേടിക്കാനില്ല, നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്നിരുന്നത്. ഇവിടെ ഇനി തൊലഞ്ചു പോകാനായിട്ട് ഒന്നും ഇല്ല. അതായത് അണ്ടപ്പെട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിന്റെ ജ്യൂസ് കടയിൽ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് കടയിൽ. എന്താടാ നിനക്ക് ബോറടിച്ച? നിനക്ക് മാസാണ് വേണ്ടത്. മണത്തിൽ വാഴ്ത്തക്കൽ പത്തന വീരനാന് എന്റെ മുസുക്കി விட்டு நீ ஏன் சொல்ல தள்ளி போற? ஊர்ல இருக்கிற அம்மட்டு பயலுகளை முத்துப்பாண்டி மாதிரி ஆம்பளை பேடம் இருக்கு, நீ மட்டும் தூள்ற. വീരണ്ടി വീര. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണത് അത് നീയൊക്കെ കാരണം. നിങ്ങളെയും കൊല്ലും അവനെയും കൊല്ലും. സുഖക്കൂടാതെ വെട്ടണോ? തുടിക്ക വെട്ടണോ? എത്തന തുണ്ടാ വെട്ട മുടിയോ? അത്തന തുണ്ടാ വെട്ടണോ? இதோட நிறுத்திக்கலாம்ல. ரொம்ப தூரம் போயிட்டேன். ஃபுல்லா முடிச்சுட்டு தான் திரும்ப வர முடியும். ஒரு அளவை தாண்டி நம்ம கிட்ட பேச்சே கிடையாது. வீச்சுதான். இந்த பேப்பர்ல 5 போலீஸ்கார பேர் இருக்கு. இவன் தலையை கொண்டு வரதுக்கு லைஃப் டைம் செட்டில்மெண்ட்ரா. என்ன கூப்பிட்ட? ரோலக்ஸ். ரோலக்ஸ். சார். Yes, sir. Okay, sir. Yes, sir. Sir. சிங்கம் வேட்டையாடும் போது காடை செலுப்பா இருக்கணும்.
அது பசியோட இருக்கும்போது காடும் பட்டினி கிடக்கணும். சார் நம்ம முன்னாடி சந்தனத்துக்கு சரக்கு கிடைச்சிருச்சுன்னா இந்த மாதிரி நேரத்தில் வீரர்கள் எல்லாம் அடிக்கடி சொல்லும் வார்த்தை என்ன தெரியுமா? பாத்துக்கலாம். इसने शेर की छबरे में हाथ डालने की कोशिश की है. कौन है जो मेरी आत्मियों की गूंज करके है? उनकी गूंज की स्याही की मौत की परवाने में दस्तबरा. किलरों से डरकर नौकर पार नहीं होते, कोशिश करने वालों की कभी हार नहीं होती. नानी चींटी जब दाना लेकर चढ़ती है, चढ़ती दीवारों पर सवार फिसलते हैं. बहुत भरोसा है अपने आप पर. भरोसा भी हिम्मत भी और ताकत से और पागलपन से हद से ज्यादा. डोंट एंग्री मी. जो मैं बोलता हूँ वो मैं करता हूँ, जो मैं नहीं बोलता हूँ वो मैं डेफिनेटली करता हूँ. And you, Mr. Tanga Bali, you so tall, so big, but with a small head. चिन्ना हृदय चिन्ना. अभी क्या करना? तो फाइट करते. Come on, let's fight. Come on, let's fight. Come on. मरना. अड़ी इडी अड़ी. और इसने लड़ूंगा कि मुझे इंसाफ करूंगा जस्ट फॉर छोड़ा. No. Straight and simple, boss. Common man है, हट जाती है. Don't underestimate the power of a common man. Thank you so much. Thank you. അപ്പോൾ ഇതാണ് ഡബിംഗ് എന്ന് പറയുന്ന ആ ഒരു ലൈവ് പ്രോസസ്സ്. അപ്പോൾ എന്തായാലും അതിൽ കണ്ട ഏതെങ്കിലും ഇത് ലൈവായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചെയ്യാം. അടൂർ ബാസി ഒന്നും ചോദിക്കരുത് ആരും. ആരാ? അല്ലു അർജുനാ? പോടാ അവിടുന്ന്. അതിലെവിടെ അല്ലു അർജുൻ? പൃഥ്വിരാജ ഏതാ? ഇതോടെ എനിക്ക് പണി തരാൻ വേണ്ടി അവന്മാര് വന്നിരിക്കുക. വിജയ് ഫാൻസ് ഉണ്ടോ? ഉണ്ട്. വിജയിനെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ഞാൻ ശ്രമിച്ചു നോക്കാം. എന്തായാലും നമ്മുടെ ചക്കരക്കുട്ടൻ പറഞ്ഞതല്ലേ വിജയ്, അപ്പൊ അവൻ പറഞ്ഞിട്ട് അത് ചെയ്യാതെ പോയ മോശമാണ്. ഇത് അവന് വേണ്ടിയിട്ട് വിജയിനെ ഞാൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. என் நெஞ்சில் குடியிருக்கும் என்னோட அன்பான ரசிகர்களுக்கும் ஒவ்வொரு வீட்டில் இருக்கிற குட்டி குட்டி நண்பர்களுக்கும் என்னோட வணக்கம். எப்படி இருக்கிறீங்க? ஆதவனா நல்லா இருக்கா? நன்றி, வணக்கம். അപ്പൊ അത് അവന് വേണ്ടിയിട്ട് ചെയ്തതാണ്. വേറെ ഏതെങ്കിലും? ആരാ? മീര ജാസ്മിന? ഇപ്പൊ ആരുടത്? അല്ലു അർജുൻ അതിലില്ല. അവന്മാരൊക്കെ പുതിയ ഇതിന്റെ ആൾക്കാരാണ്. മാർക്കോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സമയം കുറവാണ്. എനിക്ക് പെട്ടെന്ന് ഒരു അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പെട്ടെന്ന് ഇറങ്ങും. അതിനു മുമ്പ് ഇപ്പൊ ഇവിടെ ന്യൂ ജനറേഷനും എല്ലാവർക്കും വേണ്ടി പലതും ചെയ്തു. പക്ഷെ നമ്മുടെ കുറെ നിങ്ങളുടെ പാരൻസ് കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അവർക്ക് ഇതിലെ വിഷ്വലിലെ കുറെ ആൾക്കാരെ ഒന്നും പരിചയം ഉണ്ടാവില്ല. അതൊക്കെ പുതിയ ന്യൂ ജനറേഷൻ സംഭവങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാള സിനിമയിലെ പഴയ കുറെ താരങ്ങളുണ്ട്. അവരെ വെച്ചിട്ട് ഞാനൊരു പാട്ടും കൂടെ പാടിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അത് പഴയകാല താരങ്ങളാണ് പാടിയിരുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ ആ വീഡിയോ ഒന്ന് ഓഡിയോ വീഡിയോ ഒന്ന് കൊടുക്കാവോ? കോളേജ് മൈതാനത്ത് ഒരു വാക്ക് പെട്ടാതെ നീ പോയില്ലേ? ഓഹോ, പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജ് മൈതാനത്ത് ഒരു വാക്കും പെട്ടാതെ നീ പോയില്ലേ? അഴകോലും പെൺമൈനെ ഒതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയുമ്പോൾ പുഞ്ചിരി നൽകില്ലേ? ആ അഴകോലും പെൺമൈനെ ഒതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയുമ്പോൾ ഒരു പുഞ്ചിരി നൽകില്ലേ? നിന്നു ഞാൻ കോളേജിൽ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ? മനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാടി നെഞ്ചം തകർത്തെടുക്കി പെട്ടിയിലാക്കിയില്ലേ? പന്തി
പാദം വിടരും നേരം കുളിച്ച് റെഡിയായി വന്നു. കൊതിച്ച പെണ്ണോ ചീത്ത വിളിച്ചില്ലേ? ഇളുക്കനായി വിസന്നനായി പിരാന്തനായി നമ്മൾ നിന്ന്. അല്ലോ, ഇളുക്കനായി വിസന്നനായി പിരാന്തനായി നമ്മൾ നിന്ന്. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജൻ മൈതാനത്ത്. ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ? വരല്ല വരല്ല നീ വരല്ല വരല്ല നീ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇവിടെ ഇങ്ങനെ വരാൻ കുറേ നാൾക്ക് ശേഷമാണ് കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും അതിനിവിടെ വിളിച്ച നമ്മളുടെ സാറുമാർക്കും എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് കാര്യങ്ങൾ അറിയിക്കുകയാണ്.